സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണമൊന്നുമില്ല. അപ്പം നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പം ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യമായിട്ടാണ് വ്ളോഗായിട്ട് ചെയ്യണേ. അപ്പോൾ ഇത് സക്സസ് ആയാൽ ഞാൻ അപ്ലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യില്ല കേട്ടോ. ഓക്കെ. അപ്പം ഇന്നൊരു മാരേജ് ഫങ്ഷൻ ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഇപ്പം ടൈമുണ്ട് ഒരുപാട്. ഞാൻ നോക്കുമ്പോൾ കുറേ ടൈം ബാക്കി, പണികളും കാര്യങ്ങളൊക്കെ എല്ലാം നേരത്തെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഞാൻ എന്തൊക്കെയാണ് മുഖത്ത് യൂസ് ചെയ്യണേ. ഓൾറെഡി ഞാനത് ഷോർട്സിലൂടെ കാണിച്ചിട്ടുണ്ട്, എന്നാൽ കൂടി ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്, എൻ്റെ ഫേസിൽ എന്തൊക്കെയാണ് എനിക്ക് പറ്റുക, അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഓക്കെ. ഞാൻ ജസ്റ്റ് മുടിയൊന്ന് ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആരും അയ്യ ഇതെന്തുവാന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഇവിടെ വെട്ടിയിട്ടുള്ളതുകൊണ്ട് അതിങ്ങനെ ഫേസിലേക്ക് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഞാൻ ഫേസ് കഴുകിയിരിക്കുവാണ്. വേറെ മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല, ഇപ്പോൾ ഒന്നുമില്ല. അപ്പം ഞാൻ ഫേസ് വാഷ് ഇട്ട് ഞാൻ ജസ്റ്റ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് കാണിക്കാം. ഇതാണ്, കാണുന്നുണ്ടോ? ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. സെറ്റാഫിൽ ആണ് കേട്ടോ. അപ്പോൾ സെറ്റാഫിൽ ഓയിലി സ്കിൻ ക്ലെൻസർ ആണ്. അപ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിയാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഫേസിലൊക്കെ ഭയങ്കര മെഴുക്ക് പോലെയും ഭയങ്കര ഓയിലി എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ മാറ്റി ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് ഫേസിൽ ഒരുപാട് പിമ്പിൾസ് വരികയാണെങ്കിൽ ഞാൻ ഡിയാക്നെ എന്ന് പറഞ്ഞ ഫേസ് വാഷും യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ പിമ്പിൾസൊക്കെ ഒരുവിധം ഇപ്പോൾ ക്ലീനായിട്ട് ഇരിക്കുവാണ് ഫേസ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഓയിലി സ്കിൻ ക്ലെൻസർ സെറ്റാഫിൽ ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അതിനി കാണിക്കണില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലെൻസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുവാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞു, ക്ലെൻസിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഡയറക്റ്റ് നമ്മൾ നേരെ അങ്ങോട്ട് ഗെറ്റ് റെഡി വിത്ത് മീലേക്ക് പോവാതെ ഞാൻ ഒരു സ്കിൻ കെയറും കൂടി, ചെറിയൊരു സ്കിൻ കെയറും കൂടി കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ഗുവാഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. അപ്പോൾ ഗുവാഷ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് കുറച്ചൊന്ന് ഷേപ്പായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഗുവാഷ ആണ് ഞാൻ
ഒരു ബ്രഷ് എങ്ങാനും ഉപയോഗിച്ച്, ബ്രഷ് ഉപയോഗിക്കാം, സ്പഞ്ച് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ നല്ലപോലെ ഇത് സെറ്റാക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. അപ്പം നമ്മുടെ മേക്കപ്പിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് ബ്ലെൻഡ് ചെയ്യൽ. നല്ല കറക്റ്റ് ബ്ലെൻഡിങ് കിട്ടിയില്ലെങ്കിലാണ് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം, ബ്ലെൻഡ് ചെയ്യാൻ, നല്ല കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ
ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് അപ്പോൾ ഞാൻ ഇനി ഒരു ലിപ് ബാമാണ്. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതാ ടാമറോസ്റ്റയുടെ ഒരു ലിപ് ബാമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് മെഡിക്കേറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ലിപ്പിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എല്ലാ ലിപ്സ്റ്റിക്കും ഒന്നും എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ഇതാണ് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട് കാര്യങ്ങളും കൂടിയും ചെയ്യാനുണ്ട് കേട്ടോ, ഞാൻ മറന്നു. അപ്പോൾ ഒരെണ്ണം നെക്സ്റ്റ് വൺ ചെയ്യുന്നത് മസ്കാരയാണ് കേട്ടോ. ജസ്റ്റ് മെബിലൈൻ ന്യൂയോർക്കിൻ്റെ മസ്കാരയാണ്. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇപ്പം നമ്മുടെ ഐലാഷൊക്കെ ചെറുതാണെങ്കിൽ ഇത് യൂസ് ചെയ്താൽ വലുതായിട്ട് തോന്നിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്. ഞാനപ്പോൾ ലാസ്റ്റായിട്ട് ജസ്റ്റ് ഐബ്രോസും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ത്രെഡൊക്കെ ചെയ്തതാണ്, വേണമെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അതുമ്മലൊരു വൈറ്റൊക്കെ തോന്നിച്ച ജസ്റ്റ് ഒരു ഭംഗി ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യണുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫേസ് മേക്കപ്പ്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഡ്രസ്സ് ഇടണം കേട്ടോ. നമുക്ക് ഇനി അടുത്ത ഡ്രസ്സ് ചേഞ്ചാണ് ചെയ്യേണ്ടത്. ഗായ്സ്, അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഒരു ആലിയ കട്ട് മോഡൽ ഡ്രസ്സാണ്. അപ്പോൾ ഞാനിത് ചേഞ്ച് ചെയ്ത് ഇനി ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ.